ചെറുപ്പം തൊട്ടേക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പണ്ട് പഠിക്കുമ്പോഴൊക്കെ പറയായിരുന്നു എനിക്കൊരു ടൂർ ഗൈഡ് ആവണം, കുറേ രാജ്യത്ത് ട്രാവൽ ചെയ്യാമല്ലോ. അതേമാതിരി ഐശ്വര്യ റായിയുടെ മറ്റേ ജീൻസ് സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഓ സിനിമാ നടിയായിരുന്നെങ്കിൽ ലോകം മൊത്തം യാത്ര ചെയ്യായിരുന്നല്ലോ എന്ന്. ഇപ്പം അത്യാവശ്യം യാത്രകളൊക്കെ ചെയ്തു തുടങ്ങി കേട്ടോ. എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ പാലക്കാട് പോയതാണേ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഭയങ്കര ചൂടായിരിക്കും, ദൈവമേ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോൾ എന്നെ ഞെട്ടിച്ചു. സ്ഥലമായിക്കോട്ടെ, കൂടെ വന്ന ആൾക്കാരായിക്കോട്ടെ, ഇവൻ്റ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കുറേ സ്ഥലങ്ങൾ പോയിട്ടോ, നെല്ലിയാമ്പതി, പിന്നെ മറന്നുപോയി ഞാൻ, പോത്തുണ്ടി ഡാമിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. അവിടെ ഞങ്ങൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. പിന്നെ അന്ന് വന്നവരെല്ലാവരും, ഇത് പറയില്ലേ നമ്മുടെ സ്വഭാവമുള്ളവരെ നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, വന്നവരും പോയവരെല്ലാം ഇത് ഞങ്ങൾ എന്താ പറയുക, ഡാൻസ് പഠിച്ചതായിരുന്നു കല്യാണത്തിൻ്റെ തലേദിവസം കളിക്കാനൊക്കെ. പിന്നെ ചില സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് നടന്നില്ല. അപ്പം നമ്മൾ ചുമ്മാ അതെവിടെയെങ്കിലുമൊക്കെ കളിച്ച് നമ്മുടെ എന്തായാലും കുറേ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് തലേദിവസം ഇരുന്നിട്ട്. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ഇപ്പോൾ ചിരി വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് സ്റ്റെപ്സ് പഠിച്ചാൽ തലയിൽ നിൽക്കത്തില്ല എന്നുള്ളൊരു ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. ഇത് നെല്ലിയാമ്പതിയിലോട്ട് പോയപ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. എന്നാ മഞ്ഞും തണുപ്പായിരുന്നു എന്നറിയുമോ ആ സ്ഥലത്ത്. ഈ പോത്തുണ്ടി ഡാം പാലക്കാട് നെന്മാറ ആ സ്ഥലത്തായിരുന്നേ. പക്ഷെ എൻ്റെ പൊന്നളിയ എനിക്ക് ഈ മൂന്നാർ, വാഗമണ്ണ്, വയനാട്, ഇടുക്കി ഇതൊക്കെയാണ് നമ്മളെപ്പോഴും മഞ്ഞൊക്കെ ഉള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിട്ട് വിചാരിച്ചത്. പക്ഷേ ഇത് പൊളിയാടോ. നിങ്ങൾ ഇതുവരെ പാലക്കാട് പോയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുന്നവരുണ്ട്. ഇറ്റ്സ് ബൈ ഫ്രം